ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ അടുത്ത് നടന്ന എക്സാം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഏത് എക്സാമിന്റെ ആണെങ്കിലും സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ. ചിലപ്പോൾ ഡയറക്റ്റ് സസ്യങ്ങളുടെ സിലബസ് കണ്ടില്ലെങ്കിലും പരിസ്ഥിതി എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ SCERT ബേസ് ചെയ്തുകൊണ്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടാലോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എല്ലാ വീഡിയോസും അപ്ലോഡ് ആവുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി. എന്തായാലും നോക്കാം. പ്രധാനപ്പെട്ട ചില ഫാക്ട് പഴയ SCERTയിലാണെങ്കിലും പുതിയ SCERTയിലാണെങ്കിലും ഒക്കെ വരുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന സസ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫാക്ട് ആണ്. ഒന്ന് വേഗം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, റെഡി അല്ലേ? ഇതാ സസ്യങ്ങളെ പറ്റി ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒരു സസ്യത്തിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റി അറിയാം അല്ലെ. ഏതാണ്? അതിന് ഇലയുണ്ട്, തണ്ടുണ്ട്, വേരുണ്ട്, പൂവുണ്ട്, ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളെയൊക്കെ ചില പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ നോക്കിയേ, സസ്യങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താണ്. അപ്പൊ വളരെ ബേസ് ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അറിയുന്നത് തന്നെയാണ്, സിമ്പിൾ ആണ്. തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇതിന് തന്നെ പറയുന്ന മറ്റൊരു വേർഡാണ് എന്ത്? കാണ്ഡം അല്ലെ. അറിയാലോ, കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇല എന്ന് പറയുന്നതിന് പകരം പത്രം അല്ലെ, ആ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. വേരാണെങ്കിൽ എന്താ, അതിന് പകരമാണ് നമ്മൾ മൂലം അല്ലെ. നമ്മൾ ഇതേപോലെ എന്താ വേരിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുമ്പോഴൊക്കെ ഈ വാക്കാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ ഇവിടെ നോക്കിയ ചിത്രത്തില് ഇവിടെ ഒരു ചെടീന്റെ കുറെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതില് ഇപ്പൊ പറഞ്ഞതില് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇല, അതേപോലെ വേര് അല്ലെ, തണ്ട്, ഈ ഭാഗങ്ങൾക്കാണ് നമ്മൾ എന്ത് പേരിട്ട് പറയുന്നത്? കായിക ഭാഗങ്ങൾ. ഓക്കെ, എന്താണ്? കായിക ഭാഗങ്ങൾ എന്നാണ് പറയുക. വെജിറ്റേറ്റീവ് പാർട്ട് എന്നാണ് ഇംഗ്ലീഷ് പറയാം. ഇനി പൂവാണെങ്കിലോ, പൂവ്, ഇത് പ്രധാനപ്പെട്ടതാണ്, ഓർമ്മിച്ച് വെച്ചേക്കണം. പൂവാണ് ഒരു സസ്യത്തിന്റെ ലൈംഗിക പ്രത്യുൽപാദന ഭാഗം, അല്ലെങ്കിൽ ലൈംഗിക ഭാഗം എന്ന് പറഞ്ഞാൽ അതാണ് വേണ്ടത്. ഓക്കെ, ലൈംഗിക ഭാഗം ആണ് ഏത്? പൂവ്. അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ കൂടെ വിത്ത് ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? പൂവുണ്ടാവും അല്ലെ. പൂവുണ്ടാവും. റെഡി അല്ലേ? അപ്പൊ ലൈംഗിക ഭാഗമായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? പൂവ്. റെഡി, ക്ലിയർ. അപ്പൊ കായിക ഭാഗങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് പുതിയ സസ്യങ്ങളെ നിർമ്മിച്ചെടുക്കാം. അപ്പൊ വേരും തണ്ടും ഇലയും ഒക്കെ അത് നട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കും. കാണ്ഡം അല്ലെ, തണ്ട് മുറിച്ച് നട്ടിട്ട് ചെമ്പരത്തി, റോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയ ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇല മുളച്ചിട്ടാണെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇനി വേരിൽ നിന്ന് പുതിയ തൈച്ചെടികൾ പൊങ്ങി വരും നമ്മൾ കാണുന്നതാണ്. ഇനി അല്ലാതെ പൂവാണെങ്കിലും ലൈംഗിക പ്രത്യുൽപാദനം നടന്നു കഴിഞ്ഞാൽ പൂവാണ് വിത്തായിട്ട് മാറുന്നത്. ആ വിത്ത് മുളച്ചും പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഈ കായിക ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് പുതിയ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പേര് പറയാ? കായിക പ്രജനനം എന്ന് പറയുന്നത് അല്ലെ. കായിക പ്രജനനം എന്നാണ് പറയുക. കായിക പ്രജനനം ഇംഗ്ലീഷിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. അപ്പൊ ലൈംഗിക ഭാഗം ഉപയോഗിച്ചാണെങ്കിൽ എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയാ അല്ലെ. ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് അതിന് പറയാ. റെഡി അല്ലേ? അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനം നടന്നാൽ ഉണ്ടാവുന്നതാണെന്ത്? വിത്ത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. റെഡി, ഓക്കെ. ഇനി നോക്കിയേ, ഇതും SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കാനാണ്. ഇവിടെ 3 ടൈപ്പ് ചെടീന്റെ ചിത്രമുണ്ട് അല്ലെ. ഇവിടെ എന്തോ ഒരു ചീരേന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇവിടെയാണെങ്കിൽ ഒരു ചെമ്പരത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിന്റെയും ചീരേന്റെയും ചെമ്പരത്തിന്റെയും ഒക്കെ സസ്യം ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി, അതിന്റെ ചെടിയൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി. എല്ലാത്തിനും ഒരേ വലിപ്പമാണോ? അല്ല. അപ്പൊ ചീരയൊക്കെ ആണെങ്കിൽ കുഞ്ഞു ചെടിയാണ് അല്ലെ, കുറച്ച് കുഞ്ഞു ചെടിയാണ്. അതിനേക്കാളും പൊക്കം കൂടിയ ചെടികളാണ് നമ്മൾ. ചെമ്പരത്തി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ വലുതാണ്. മാവ് എന്ന് പറയുമ്പോൾ വലിയ മരമാണ്. അപ്പൊ നോക്കി, ഇവിടെ ഒന്ന് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കാം. എന്നെയും എന്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഓഷധി എന്നാണ്. ഇപ്പൊ ചീരച്ചെടി, ചീരനെ മാത്രം വിളിക്കുന്ന പേരല്ല, അതേപോലെ ചെറുതായിട്ട് വളരുന്ന സസ്യങ്ങൾക്ക്, അധികം പൊക്കത്തിൽ പോവാതെ ചെറുതായി വളരുന്ന സസ്യങ്ങൾക്ക് നമ്മൾ ഹെർബ് എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഹെർബ് എന്ന് പറയും. ഹെർബേഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ഹെർബ് എന്ന് പറയും അല്ലെ. ഹെർബ് എന്നുള്ളതിന്റെ മലയാളം വേർഡാണിത് ഓഷധി. ഔഷധി അല്ല, ഔഷധി മീൻസ് മെഡിസിൻ അല്ലെ. ഇത് ഓഷധി എന്നാണ് പറയാ, ഹെർബ് അല്ലെങ്കിൽ ഓഷധി. ഓക്കെ, അപ്പൊ നോക്കുക, ഇതിന്റെ തണ്ട് എങ്ങനെയാണ്? മൃദുവായിട്ടുള്ള തണ്ടാണ്, ഒരുപാട് ആഴത്തിലേക്ക് വേരോട്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രത്യേകതകൾ ഇവിടെ നമുക്ക് കൊടുത്തത് കാണാം. എന്തായാലും വളരെ ചെറിയ ടൈപ്പ്, ഒരുപാട് ഉയരത്തിൽ ഒരു കുറ്റിച്ചെടി പോലെയും വളർന്നു വരാതെ അതിന്റെ താഴെ നിൽക്കുന്ന ചീര പോലെയൊക്കെ അല്ല സസ്യങ്ങൾക്ക് പറയുന്ന പേരാണിത് ഓഷധികൾ അല്ലെങ്കിൽ ഹെർബ്. ഇനി അടുത്തത് എന്താ? ഈ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ മരമായിട്ട് മാറും അല്ലെ. എന്ന് പറഞ്ഞാൽ മാവാണെങ്കിലും പ്ലാവാണെങ്കിലും ഒക്കെ വലിയ മരങ്ങളാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് അത് അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മരം എന്നാണ് പറയാ. ഇംഗ്ലീഷിലാണെങ്കിൽ ട്രീസ് എന്ന് പറയുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാക്ട് ആണ്, അറിയാം. അപ്പം വളരെ കാഠിന്യമുള്ള തണ്ടാണ്. മരത്തിന്റെ വേര്, ചീരന്റെ വേര് പോയതുപോലെ പോയാൽ മതിയോ? പോരാ. നല്ല ആഴത്തിലേക്ക് പോകുന്ന വേരൊക്കെയാണ് എന്ത് മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഇനി അടുത്തത് എന്താ? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ചെമ്പരത്തി ചെടിയാണ് അല്ലെ. ചെമ്പരത്തി ഒക്കെ ആണെങ്കിൽ
ചീരന്റെയും ഈ മാവിന്റെയും ഇടയിൽ വരുന്നൊരു വലിപ്പമാണ്. അതുപോലെ കുഞ്ഞുമല്ല, ഒരുപാട് വലുതുമല്ല, അതിന്റെ ഇടയിൽ വരുന്നതുകൊണ്ട് ഇതിനെ എന്താ പറയാ, കുറ്റിച്ചെടികൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു, ഷ്രബ് എന്നാണ് പറയാ. ഓക്കെ, ഷ്രബ് എന്നാണ് പറയാ. അപ്പൊ അത്യാവശ്യം നല്ല കട്ടിയുള്ള തണ്ടാണ്, വേര് അത്യാവശ്യം ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവും. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇതിനും കാണാം. അപ്പം ഹെർബ്, ഷ്രബ്, ട്രീ എന്ന് നമ്മൾ സസ്യങ്ങളെ അതിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ടൈപ്പ് ആക്കിയിട്ട് തരംതിരിക്കാറുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ കൊടുത്തത് 1-2 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ച അടിസ്ഥാനമുള്ള കുറച്ച് കാര്യങ്ങളാണ്. തണ്ട്, ഇല, വേര്, ഓരോ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെ ധർമ്മമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഒരു സസ്യത്തിന് എന്തിനാണ് തണ്ട് അല്ലെങ്കിൽ കാണ്ഡം? ഇംഗ്ലീഷിൽ എന്താ പറയാ, സ്റ്റെം എന്ന് പറയും അല്ലെ. സ്റ്റെം എന്ന് പറയുന്ന ഭാഗം. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുക എന്ന് പറയുന്ന ധർമ്മമാണ് ഇവർ ചെയ്യുന്നത് അല്ലെ. താഴേന്ന് വേര് വലിച്ചെടുക്കുന്ന ജലത്തിനെയും ലവണത്തിനെയും മുകളിലെ ഇലകളിൽ എത്തിക്കണം, പ്രകാശ സംശ്ലേഷണം നടക്കാൻ അതിനുവേണ്ടി സഹായിക്കുന്ന ഭാഗമാണിത്, നടുക്കുള്ള തണ്ട്. ഓക്കെ അല്ലെ? സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി ഇല എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? എന്തിനാ? ഇലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ഇലയാണ് ശരിക്ക് ഒരു സസ്യത്തിന്റെ കിച്ചൺ അല്ലെ, അടുക്കള എന്ന് പറയുമ്പോൾ ഇലയാണ്. അപ്പൊ ഇലയില് ജലവും ലവണങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഇലയാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, ഇലയാണ് ആഹാരം നിർമ്മിക്കുന്നത്. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുക എന്ന് പറയുന്ന ധർമ്മമാണ് അവര് ചെയ്യുന്നത് അല്ലെ. റെഡി അല്ലേ? ഇനി എന്താ, വേരാണ്. ഒരു ഭാഗത്ത് വേരാണുള്ളത്, അവിടെയാണെങ്കിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ എന്താ, സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഓക്കെ, മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷക ഘടകങ്ങളും വലിച്ചെടുക്കുന്നു. അപ്പൊ പറഞ്ഞ 2 പോയിന്റ്, ഈ പറഞ്ഞ 2 പോയിന്റും ശരിക്ക് ആർക്ക് റെഡിയാണ്? വേരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം അല്ലെ. സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു, വേരുള്ളതുകൊണ്ടാണ് മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്. അതേപോലെ മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നതും ആരാ? പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതും ആര് തന്നെയാണ്? വേര് തന്നെയാണ്. അപ്പൊ അത് രണ്ടും വേരുമായിട്ട് ബന്ധപ്പെട്ട ധർമ്മങ്ങളാണ്. ഇലേന്റെ ധർമ്മം എന്താ? ആഹാരം നിർമ്മിക്കുക, പ്രകാശ സംശ്ലേഷണം അല്ലെ, പ്രകാശ സംശ്ലേഷണം നടത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ധർമ്മം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ ഈ വേര് വലിച്ചെടുത്തതിന് ഇലയിൽ എത്തിക്കുന്ന നടുക്കുള്ള കുഴല് പോലെ വരുന്ന ഭാഗമാണ് ഇത് നമ്മളെ തണ്ട് എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? ഇവിടെ ചിത്രത്തിൽ ഒരുപാട് ടൈപ്പ് സസ്യത്തിന്റെ ചിത്രമൊക്കെ കൊടുത്തത് കാണാം. അതൊക്കെ SCERT ജസ്റ്റ് കൊടുത്താണ്. കുറെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തത്. അതിൽ കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഏലം, ഇഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളതിന് എന്താ നമ്മൾ പറയാ? സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. അറിയാലോ, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ സ്പൈസസ് എന്ന് പറയാറുണ്ട് അല്ലെ. സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് എക്സാമ്പിൾ ആണ് മുകളിൽ കൊടുത്ത കുറച്ച് സസ്യഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തതൊന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെ ഒരു SCERTയിൽ അവിടെ കൊടുത്ത ഫാക്ട് ആണ്. ചോദിക്കാൻ എന്തായാലും സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പ്രധാനപ്പെട്ടതൊന്ന് ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന, അപ്പൊ സസ്യങ്ങൾ ആഹാരം നിർമ്മിച്ചാൽ അതിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കും. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ ആഹാരം നിർമ്മിക്കുന്നത് എന്തിനാണ്? നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മളെ വളർച്ചയ്ക്കും അല്ലെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് കഴിച്ചു കഴിഞ്ഞ് ആവശ്യമില്ലാത്തത്, ആവശ്യത്തിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എടുത്ത് സംഭരിച്ചു വെക്കുള്ളൂ. അതേപോലെ സസ്യമാണെങ്കിൽ ആഹാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ആഹാരം ചെടി അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുന്നു. ഓക്കെ, അത് ഇലയിൽ തന്നെ കരുതി വെക്കാം, ഇലയിൽ തന്നെ സംഭരിക്കാം, കാണ്ഡത്തിൽ സംഭരിക്കാം, വേരിൽ സംഭരിക്കാം. അങ്ങനെ സസ്യം അതിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുക. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കാം. അപ്പൊ സസ്യങ്ങൾ എടുത്ത് സംഭരിച്ചു വെക്കുന്നതാണ് നമ്മൾ എടുത്ത് കഴിക്കുന്നത്. അപ്പൊ വേരിൽ സംഭരിച്ചാൽ വേരിങ്ങനെ തടിച്ച് കിഴങ്ങ് പോലെയായിട്ട് മാറും. അപ്പൊ അത് നമ്മൾ എടുത്ത് കഴിക്കും അല്ലെ. അതേപോലെ തണ്ടിൽ ശേഖരിച്ചു വെക്കുന്നു. ഉദാഹരണം കരിമ്പ് എന്ന് പറയുമ്പോൾ തണ്ടിൽ നല്ല തടിച്ച് നല്ല മധുരം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ആഹാരം കരിമ്പ് തണ്ടിലാണ് സംഭരിച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ എടുത്ത് കഴിക്കുന്നു. അപ്പൊ മറ്റുള്ള ജീവികൾക്ക് കിട്ടുന്നത് സസ്യം ഇതേപോലെ സംഭരിച്ചു വെക്കുന്ന ആഹാര ഭാഗങ്ങളാണ് നമ്മൾ എടുത്ത് കഴിക്കുന്നത്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇനി വേറെ ഒന്ന് നോക്കാം. സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. ഓക്കെ, ബാക്കി ശ്രദ്ധിച്ചേക്കുക. പൂവ് പിന്നീട് കായായിട്ട് മാറുന്നു അല്ലെ. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായിട്ട് മാറുന്നില്ല എന്ന് മനസ്സിലാക്കുക. സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സസ്യലോകം പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ പഠിക്കും. എല്ലാ സസ്യങ്ങൾക്കും പൂവുണ്ടാവുന്നില്ല. ഓക്കെ, പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങൾ കുറച്ചാണ്. ഓക്കെ, റെഡി അല്ലേ? അതേപോലെ എല്ലാ സസ്യത്തിന്റെ മുകളിൽ എന്തുണ്ടാവുന്നില്ല? കായ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കാം. റെഡി. ഇനി അടുത്ത ഒരു സസ്യത്തിന്റെ പ്രത്യേകത ഇവിടെ എന്താ കൊടുത്തത്? നീലക്കുറിഞ്ഞിന്റെ ചിത്രമാണ് കൊടുത്തത്. അറിയാലോ, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് അല്ലെ, പ്രാധാന്യമുള്ള ഒരു സസ്യമാണെന്ന് അറിയാം. എന്തുകൊണ്ടാ പ്രാധാന്യം? അത് എത്ര വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കാം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണിത് നീലക്കുറിഞ്ഞി. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. അപ്പൊ അത് കാണുന്നത് എവിടെയാണ് അല്ലെ? നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം തന്നെ നീലക്കുറിഞ്ഞിയാണ് അല്ലെ. നീലഗിരി എന്ന് പേര് വരാൻ തന്നെ, അത് പൂത്ത് കഴിഞ്ഞാൽ മൊത്തം നീല നിറമാണ് അല്ലെ. അതുകൊണ്ടാണ് നീലഗിരിക്ക് നീലക്കുറിഞ്ഞിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നീലഗിരി എന്നുള്ള പേര് തന്നെ വരാനുള്ള കാരണം. ഓക്കെ, റെഡി അല്ലേ?
ക്ലിയർ അല്ലേ? അപ്പൊ പിന്നെ ഇവിടെ പൂക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന SCERT-യിലുള്ള ഭാഗമായതുകൊണ്ടാണ് അത്യാവശ്യം കുറെ പൂക്കളെ ചിത്രമൊക്കെ കൊടുത്തതൊക്കെ കാണാം അല്ലെ. റോസ് പൂവും കണിക്കൊന്നയും മുല്ലയും ഒക്കെ ആയിട്ട് കുറെ പൂക്കളെ ചിത്രമൊക്കെ കൊടുത്തത് കാണാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ഇതും സസ്യ ലോകത്തിൽ തന്നെ വരുന്ന വിവിധ തരത്തിലുള്ള സസ്യങ്ങളാണ്. അപ്പം ഈ സസ്യങ്ങളെ മുകളിലൊന്നും പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു, എല്ലാ സസ്യങ്ങളെ മുകളിലും പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പൊ പൂക്കൾ ഉണ്ടാവാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ എഴുതിയത് എന്ന് പറഞ്ഞാൽ സസ്യത്തിന്റെ കുറച്ച് വിഭാഗത്തിന്റെ പേരാണ് അവിടെ ആലോചിച്ച് വെക്കുക. നമ്മൾ കേട്ട് കാണും, ആൽഗകൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആൽഗകൾ എന്ന് പറയാറുണ്ട്. അതേപോലെ സസ്യലോകത്തിലെ ഉഭയജീവി എന്നറിയപ്പെടുന്ന ബ്രയോഫൈറ്റുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. ബ്രയോഫൈറ്റുകൾ എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, റെഡി. അതേപോലെ തന്നെ നമ്മൾ ടെറിഡോഫൈറ്റുകൾ എന്ന് പറയുന്ന ഫേൺസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ടെറിഡോഫൈറ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് ടെറിഡോഫൈറ്റുകൾ. അപ്പൊ ഇതൊക്കെ സസ്യലോകം പഠിക്കുമ്പോൾ ഓരോ വാക്കുകളാണ്. സസ്യത്തിന്റെ ഓരോ ടൈപ്പ്, കുടുംബത്തിൽ വരുന്ന ഓരോ ടൈപ്പ് സസ്യങ്ങളാണ്. അതേപോലെ നമ്മൾ ജിംനോസ്പേമുകൾ എന്ന് പറയാറുണ്ട്. ജിംനോസ്പേമുകൾ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സസ്യങ്ങൾക്കൊന്നും എന്തില്ല, പൂക്കളില്ലാത്ത സസ്യങ്ങളെ കൂട്ടത്തിൽ വരുന്നതാണ്. ആൽഗകളും ബ്രയോഫൈറ്റുകളും ടെറിഡോഫൈറ്റുകളും ജിംനോസ്പേമുകളൊന്നും പൂക്കളില്ലാത്ത തരം സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അപ്പൊ പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങൾക്ക് എന്താ പറയാ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആൻജിയോസ്പേം എന്ന് പറയും. ആൻജിയോസ്പേം എന്ന് പറയുന്ന സസ്യങ്ങളാണ് ശരിക്ക് എന്ത്, ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേംസ് എന്നാണ് അവരെ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ മലയാളത്തിലാക്കിയിട്ട് വരെ നമ്മൾ എന്ത് പറയാറുണ്ട്? സപുഷ്പികൾ എന്നൊക്കെ പറയാറുണ്ട്. സപുഷ്പികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൻജിയോസ്പേമുകൾ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലാണ് വരിക. അല്ലാത്ത ഗ്രൂപ്പ് ഇനിയും ഉണ്ട്, അതിലൊന്നും പൂക്കളില്ല, പക്ഷെ അവരെന്താണ്, സസ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് പ്രത്യുൽപാദന രീതിക്ക് എന്തുണ്ട്, പൂക്കളല്ലാതെ മറ്റ് അതിന് സഹായകമായിട്ടുള്ള മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ട്. റെഡി? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ബേസ് വെച്ചിട്ട് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കും എന്നറിയാം അല്ലെ. ആഹാരം നിർമ്മിക്കണമെങ്കിൽ ആവശ്യമുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ സൂര്യപ്രകാശം സസ്യങ്ങൾക്ക് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്, അതേപോലെ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കും. ഓക്സിജന്റെ ഏരോമാർക്ക് പക്ഷെ എങ്ങോട്ടാ പോകുന്നത്? പുറത്തേക്കാണ്. അതിനർത്ഥം എന്താ, പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ ആണ്, ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അറിയാം, സൂര്യപ്രകാശം സ്വീകരിക്കണം എന്നുള്ളത് അറിയാം അല്ലെ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു. വേരിൽ കൂടെയാണ് ജലം വലിച്ചെടുക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ തന്നെ ലയിച്ചു ചേർന്നിട്ടുള്ള ലവണങ്ങൾ ഉണ്ടാവും. അപ്പൊ ജലവും ലവണവും കൂടെ ഒരുമിച്ച് വേരിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇലകളിലെ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. ആ സുഷിരത്തിന്റെ പേരാണെന്ത്? ആസ്യരന്ധ്രം അല്ലെ. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് നമ്മൾ വിളിക്കുന്ന കുഞ്ഞു സുഷിരങ്ങളിൽ കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. റെഡി അല്ലേ? ഇലകളിലെ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. റെഡി? ക്ലിയർ? ഇനി നോക്കുക, സൂര്യപ്രകാശത്തിനെ വലിച്ചെടുക്കണം. അപ്പൊ അതിനെ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഹരിതകം. ഓക്കെ, ഹരിതകം ഉപയോഗിച്ചാണ്. ഹരിതകത്തിന് പറയുന്ന വേർഡാണ് എന്ത്? ക്ലോറോഫിൽ എന്നാണ് പറയുക. ഇംഗ്ലീഷ് പറയുമ്പോൾ ക്ലോറോഫിൽ ആണ് ഉപയോഗിച്ചാണ് സൂര്യപ്രകാശത്തിനെ ആഗിരണം ചെയ്യുക. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകാൻ കാരണമായിട്ടുള്ള വർണ്ണവകം കൂടെയാണ് ഏത്? ഹരിതകം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടാണ് സൂര്യപ്രകാശം വലിച്ചെടുക്കുക അല്ലെ. അപ്പൊ എന്താ നിർമ്മിക്കുന്ന ഉൽപ്പന്നം? എന്താ? ഗ്ലൂക്കോസിനെയാണ് നിർമ്മിക്കുക. ഗ്ലൂക്കോസ് ആണ് പ്രധാന പ്രോഡക്റ്റ്. അതിന്റെ കൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്നതാണ് എന്ത്? ഓക്സിജൻ ഉണ്ടാവുന്നു. ഓക്സിജൻ സസ്യങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ സമയത്ത് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത തന്നെ നമ്മൾ പുറത്തേക്ക് വിടും. അതാണ് ജന്തുക്കൾ ഉപയോഗിച്ച് ശ്വസിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് അല്ലെ. റെഡി അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇക്വേഷൻ രൂപത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം, ഓർമ്മിച്ചു വെച്ചേക്കാം. ഇപ്പൊ ഗ്ലൂക്കോസ് നിർമ്മിച്ചാൽ ഗ്ലൂക്കോസ് ഉപയോഗിച്ചു. പിന്നെ സസ്യങ്ങൾ സംഭരിച്ചു വെക്കാൻ വേണ്ടി ഗ്ലൂക്കോസിന് എന്ത് രൂപത്തിലാ? അന്നജം എന്ന് പറയുന്ന, അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് സസ്യങ്ങൾ സംഭരിച്ചു വെക്കുന്നത്. ഓക്കെ, സസ്യങ്ങൾ സംഭരിച്ചു വെക്കുക. അപ്പൊ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സ്വപോഷികളാണ് ആര്? സസ്യങ്ങൾ അല്ലെ. അപ്പൊ സസ്യങ്ങൾ എങ്ങനെയാണ്? സ്വപോഷികളാണ്. സ്വയം പോഷണം നടത്താൻ പറ്റും, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമുക്കാണ് സ്വന്തം ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലെന്ന് വെച്ചാൽ നമുക്ക് പാചകം അറിയായിരിക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്. സൂര്യപ്രകാശവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വന്തം നിർമ്മിക്കാൻ പറ്റും? ഇല്ലല്ലോ. നമ്മൾ സസ്യങ്ങൾ ഉണ്ടാക്കി ആഹാര സാധനം എടുത്ത് അതിന്റെ രൂപമാറ്റം വരുത്തി കഴിക്കുക ചെയ്യുന്നത്, അല്ലാതെ സ്വന്തമായിട്ട് നിർമ്മിച്ചു തുടങ്ങുന്നവരല്ല. അതാരാ? ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ എന്തായിരിക്കും? അങ്ങനെ പറ്റാത്തത് കൊണ്ട് പരപോഷികൾ എന്നാണ് ജന്തുക്കളെയൊക്കെ നമ്മൾ വിളിക്കുക. സ്വന്തം ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്തവർ പരപോഷികളാണ്, അതിന് കഴിവുള്ളവരെ നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്ന മലയാളം വേർഡാണ് ഉപയോഗിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഇനി നോക്കിയത് നമ്മളെ പുതിയൊരു SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ പിന്നെ അപ്ഡേറ്റഡ് ആയിട്ട് വന്ന കാര്യമാണ്.
ഈ ഭാഗത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യനും ചോദിച്ചു, കണ്ട ആൾക്കാർക്ക് അറിയാം. ഇവിടെ എന്താ ഉള്ളത്? ഒരു സസ്യമായിട്ട് ബന്ധപ്പെട്ട് സസ്യങ്ങൾ എന്തൊക്കെ മാർഗത്തിൽ കൂടെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നതെന്നാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ആസ്യരന്ധ്രത്തിൽ കൂടെ വലിച്ചെടുക്കും. ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് ആസ്യരന്ധ്രത്തിൽ കൂടിയാണ്. സസ്യങ്ങൾ ഇനി ശ്വസിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, സസ്യങ്ങൾ നല്ല ജന്തുക്കൾ നല്ല ഏത് ജീവിയാണെങ്കിലും ശ്വസിക്കുമ്പോൾ ഓക്സിജൻ തന്നെയാണ് ഉള്ളിലേക്ക് എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുക. പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അപ്പൊ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആരെ കേസാണ്? സസ്യങ്ങളെ കേസിന്. അപ്പൊ ജലമാണെങ്കിലും ലവണങ്ങളാണെങ്കിലും ഒക്കെ കോശത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, 1-2 മാർഗങ്ങളുണ്ട്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യാണ്? കയറിപ്പോവും. ഓക്കെ, അപ്പൊ കോശത്തിന്റെ ഓരോ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ കോശത്തിന്റെ ഭിത്തിയിലൂടെ, ഇത് കോശമാണെങ്കിൽ ഇതിപ്പം ഒരുപാട് കോശങ്ങളാണെങ്കിൽ ഈ കോശഭിത്തിയിൽ കൂടെ കണ്ടല്ലോ, ഇങ്ങനെയുള്ള കോശഭിത്തിയിൽ കൂടെ എന്ത് ചെയ്യാണ്? പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. അതാണ് കോശഭിത്തിയിലൂടെ. കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ കോശങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഈ കോശങ്ങൾക്ക് ഇടയിലുള്ള ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ കൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ കയറി പോവാണ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു മാർഗത്തിൽ കൂടെ ഇങ്ങനെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോവും. ഓക്കെ, അപ്പൊ ഒന്നുകിൽ കോശഭിത്തിയിൽ കൂടെ പോവാം, അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള ആ സ്പേസിൽ കൂടെ സ്ഥലത്തിൽ കൂടെ എന്ത് ചെയ്യാം? പദാർത്ഥങ്ങൾക്കുള്ളിലേക്ക് കയറാം. ഇനി അടുത്ത കൊടുത്ത് നോക്കുക. ഈ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. ഓക്കെ, അപ്പം ഇതൊരു കോശം, ഇത് മറ്റൊരു കോശമാണെങ്കിൽ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഇവിടെ കോശഭിത്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോറ് പോലെയുള്ള ഒരു വാതിൽ പോലെയുള്ള ഭാഗം ഉണ്ടാവും. അപ്പൊ ആ വാതിൽ പോലെയുള്ള ഭാഗം തുറക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കോശത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പദാർത്ഥ സംവഹനം നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പം പ്ലാസ്മോഡെസ്മേറ്റ എന്നറിയപ്പെടുന്ന ഒരു പാലം പോലെയുള്ള ഒരു ഭാഗമാണ്, അല്ലെ, ഒരു പാലം പോലെയാണ്. അപ്പൊ അത് എങ്ങനെയാണ്? കോശദ്രവ്യ പാതകളിലൂടെ എന്ന ഒരു വാക്ക് കൊടുത്ത് കാണാം. പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാത. കാരണം ഈ ഒരു ഡോർ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള കോശദ്രവ്യത്തിന് ഒരു പാത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതിന്റെ പേര് മറക്കരുത്, പേര് ചോദിച്ചതാണ് ഈ അടുത്ത്. പ്ലാസ്മോഡെസ്മേറ്റ എന്നാണ് പറയുക. ഓക്കെ, പ്ലാസ്മോഡെസ്മേറ്റ. അപ്പൊ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിൽ കൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ പ്ലാസ്മോഡെസ്മേറ്റ വഴി പോകാം, അല്ലെങ്കിൽ കോശഭിത്തിയിൽ കൂടെ, അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കൂടെ. ഇങ്ങനെ പല മാർഗത്തിൽ കൂടെയാണ് സസ്യങ്ങൾ പുറമേയുള്ള പദാർത്ഥത്തിനെ അതിന്റെ ഉള്ളിലേക്ക്, കോശത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞേ? പിന്നെ നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇപ്പൊ തൊട്ട് മുൻപേ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ കേസാണ് പറഞ്ഞല്ലേ. പ്രകാശ സംശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഏത് രൂപത്തിലാണ്? ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ്. ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, ഗ്ലൂക്കോസിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ഉണ്ടാവുന്നതാണ് ഓക്സിജൻ. ഓക്സിജൻ സസ്യങ്ങൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു അല്ലെ, അതേപോലെ ജലം ഉപയോഗിക്കുന്നു എന്നറിയാം. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശം വലിച്ചെടുക്കാൻ സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകത്തിന്റെ പേരാണ് ഹരിതകം. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ, അപ്പൊ ഇടത് ഭാഗത്തുള്ളതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഏരോ മാർക്കിന്റെ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ആഹാരം നിർമ്മിക്കാം. ആഹാരം നിർമ്മിച്ച് ഗ്ലൂക്കോസിന് ഉണ്ടാക്കാം, ഓക്സിജൻ ഉണ്ടാക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്സിജൻ അല്ല, ഗ്ലൂക്കോസ് ആണ് അവർക്ക് പ്രധാനം. ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിന് പകരം C6H12O6 എന്ന് കൊടുക്കും. അപ്പൊ ഗ്ലൂക്കോസിന്റെ രാസനാമം ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയേണ്ടത് അല്ലെ, രാസസൂത്രം എന്നൊക്കെ ചോദിക്കും. C6H12O6 എന്ന് പറഞ്ഞാലാണ് എന്ത്? ഗ്ലൂക്കോസ്. റെഡി അല്ലേ? അപ്പൊ ഈ ഒരു ചിത്രത്തിൽ കണ്ടേ ഒരു ഇലേന്റെ അടിഭാഗത്തൊക്കെ, അല്ലെങ്കിൽ ചില ഇലേന്റെ അടിഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ, കൂടുതലും സസ്യത്തിന്റെ ലീഫിന്റെ അടിഭാഗത്താണ് കാണുക. കുഞ്ഞു സുഷിരങ്ങളാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയില്ല, മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയും സൂക്ഷ്മ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്നാണ് പറയാം. അപ്പൊ ഇതാ ഈ സുഷിരത്തെ നമുക്കിവിടെ കാണാം അല്ലെ. അപ്പൊ ആ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഇതിന്റെ ഇവിടെ ഇങ്ങനത്തെ ഒരു കിഡ്നി ഷേപ്പിൽ, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ നടുക്കായിട്ട് കാണപ്പെടുന്ന, ജസ്റ്റ് ഒന്നും കൂടെ വരയ്ക്കാം, ഇവിടെ കാണാം അല്ലെ, ഒരു കിഡ്നി പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ 2 കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു സ്പേസ് അല്ലെ, ഈ ഒരു സുഷിരല്ലേ, ഇതാണ് ശരിക്കും എന്ത്? ആസ്യരന്ധ്രം എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു കിഡ്നി പോലത്തെ ഷേപ്പിലുള്ള ഈ കോശമില്ലേ 2 ഭാഗത്തുള്ളത്, അവരാണ് ഒരു വാതിൽ പോലെ അപ്പുറം ഇപ്പുറം നിന്ന് അവരിങ്ങനെ ആകുമ്പോൾ ആ തുറക്കും, അപ്പോഴാണ് സുഷിരം ഉണ്ടാവുക. വേണ്ടാത്തപ്പോൾ ആ സുഷിരം അടച്ചു വെക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ 2 കോശങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? കാവൽ കോശങ്ങൾ. എന്താണ്? കാവൽ കോശം. ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ്
കാവൽ കോശം, ഇംഗ്ലീഷിലാണെങ്കിൽ ഗാർഡ്സ് ആണ് അല്ലെ, ഗാർഡ് സെൽസ് അല്ലെങ്കിൽ കാവൽ കോശങ്ങൾ എന്നാണ് പറയാം. അവരാണ് ആസ്യരന്ധ്രം തുറക്കാനും അടയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ രാത്രി സമയമൊക്കെ ആകുമ്പോൾ അധികം എന്ത് ചെയ്യും, ആസ്യരന്ധ്രങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ സമയത്ത് കൺട്രോൾ ചെയ്യുന്നവരാണ് ഇത് നമ്മളെ കാവൽ കോശങ്ങൾ എന്ന് പറഞ്ഞത്. റെഡി. അതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ വേറെയും കുറച്ച് ഫാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാണ്, ടെക്സ്റ്റിന്റെ അപ്ഡേഷൻസ് ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, അധികവും പഠിച്ച് തന്നെയാണ്, പ്രസന്റ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചില പോയിന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും, അത്രയാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതൊരു സസ്യത്തിന്റെ ചിത്രമാണ് കൊടുത്തത്, ഒരു ഇലേന്റെ ചിത്രം കൊടുത്തു അല്ലെ. ഇലേനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടം കോശങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഏറ്റവും പുറമെ കാണപ്പെടുന്നത്, ഇവിടെ കാണപ്പെടുന്ന ഈ കോശങ്ങൾക്ക് പറയുന്നത്, ഏറ്റവും മുകളിലുള്ള ഈ കോശങ്ങൾക്ക് കാണപ്പെടുന്ന പേരാണെന്ത്, ഉപരിവൃതി കോശങ്ങൾ എന്നാണ് പറയാം. ഉപരിവൃതി. ഓക്കെ, എപ്പിഡെർമിസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തിനാ, നമുക്ക് സ്കിൻ എന്തിനാ, ഉള്ളിലുള്ളതിനെല്ലാം സംരക്ഷിക്കാനാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് സ്കിൻ അഥവാ ത്വക്ക് അല്ലെ. അതേപോലെ സസ്യത്തിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഉള്ളിലുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന പാളിക്ക് പറയുന്ന പേരാണ് ഉപരിവൃതി. ഓക്കെ, ഉപരിവൃതി. അപ്പൊ താഴെ ഇവിടെയുണ്ട് ഉപരിവൃതി, ഇവിടെയുണ്ട്. ഓക്കെ, റെഡി. ഒരു സസ്യത്തിനെ ഒരു കുഞ്ഞു കഷ്ണം മുറിച്ചെടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിയതാണ്. അപ്പൊ അതിന് മുകളിലും താഴെ എന്തുണ്ട്, ഉപരിവൃതി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. റെഡി, ക്ലിയർ. അപ്പൊ ഈ കോശത്തിനെയൊക്കെ സൂം ചെയ്ത് നോക്കിയാൽ അറിയാം, ഇവിടെ രണ്ട് ഉപരിവൃതിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ഈ ഫുൾ കോശങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്, മീസോഫിൽ കോശങ്ങൾ എന്നാണ് പറയാം. മീസോഫിൽ. ഓക്കെ, മീസോഫിൽ. അപ്പം താഴെയുള്ള ഉപരിവൃതിന്റെയും മുകളിലുള്ള ഉപരിവൃതിന്റെയും ഇടയിൽ കാണപ്പെടുന്ന സസ്യത്തിലെ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് മീസോഫിൽ കോശങ്ങൾ. ഓക്കെ, മീസോഫിൽ. ഈ മീസോഫിൽ കോശമൊക്കെ നോക്കിയാൽ അറിയാം, ഇതിൽ നിറയെ ഇങ്ങനെ ഒരു കുത്തായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലെ, കുത്തായിട്ട് വരച്ച കാണാം. ആ കുത്തായിട്ട് കൊടുത്ത സാധനം എന്ന് പറയുന്നത് സസ്യത്തിന്റെ കോശത്തിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കോശാംഗമാണ്. ഒരുപാട് കോശാംഗം ഉണ്ടെങ്കിലും ആവശ്യമുള്ളത്, ഇവിടെ പ്രകാശ സംശ്ലേഷണമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള കോശാംഗത്തിന്റെ പേരാണ് കാണിച്ചത്. അതിന്റെ പേരെന്താ, ആ കോശാംഗത്തിന്റെ പേരാണെന്ത്, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഹരിതകണം എന്നാണ് മലയാളം വേർഡ്. ഓക്കെ, റെഡി. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന എന്ന് മനസ്സിലാക്കണം, അധികവും ചോദിക്കാറുള്ളതാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് രണ്ട് പാളികളാണുള്ളത്. ഓക്കെ, എന്താണ്, രണ്ട് പാളി. ഇതൊരു ഫുള്ള് സാധനത്തിന്റെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാണ്, ഇതിന്റെ ഉള്ളിലേക്ക് എന്താന്ന് കാണണ്ടേ അതിന് വേണ്ടി മുറിച്ചു വെച്ചാണ് കേട്ടോ. അല്ലാതെ പറയുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് പാളികളായിട്ടാണ് കാണുക. റെഡി, ക്ലിയർ. അപ്പം രണ്ട് സ്ഥലങ്ങളാണ്, പാളി അല്ലെങ്കിൽ സ്ഥലങ്ങളാണ്. പുറമെയുള്ള സ്ഥലത്തിന് ബാഹ്യസ്ഥലം എന്നും ഉള്ളിലുള്ള സ്ഥലത്തിന് നമ്മൾ ആന്തരസ്ഥലം എന്നുമാണ് പറയാം. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിറയെ ഒരു ദ്രാവകം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ ദ്രാവകത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, സ്ട്രോമ. ഹരിതകണത്തിലെ ദ്രാവക ഭാഗം ചോദിക്കുന്നതാണ്. എന്താണ് ആൻസർ, സ്ട്രോമ. പിന്നെ നോക്കി നമ്മൾ എന്താ കാണുന്നത്, കുറെ ഇങ്ങനെ നാണയങ്ങൾ, കോയിൻസ് അല്ലേ, ഇപ്പൊ 1 രൂപേന്റെ 5 രൂപേന്റെ ഒക്കെ കോയിൻസ് ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ വെച്ചതുപോലെ കുറെ അടുക്കുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ആ അടുക്കുകൾക്ക് പറയുന്ന പേരെന്താണെന്നറിയോ, ആ അടുക്കിന്റെ പേരാണ് ഗ്രാന. ഓക്കെ, എന്താണ്, ഗ്രാന. കുറെ അടുക്കുകളുണ്ട് അല്ലെ, ഫ്ലാറ്റ്, തൊട്ടടുത്ത കുറെ ഫ്ലാറ്റ് വെച്ചതുപോലെ അല്ലെ. അപ്പൊ ഒരെണ്ണം ആണ് ഗ്രാനം എന്ന് പറയും. കുറെ എണ്ണം ഉള്ളത് കൊണ്ട് പ്ലൂറൽ ആയിട്ട് അല്ലെ, ബഹുവചനായിട്ട് നമ്മൾ ഗ്രാന എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഇത് നോക്കിയേ, ഒരു കോയിന്റെ മുകളിൽ ഒരെണ്ണം വെച്ചതുപോലെയുള്ള അടുക്കുകളല്ലേ. അതിൽ ഒരു കോയിന് നമ്മൾ പറയുന്ന പേര് തൈലക്കോയിഡ് എന്നാണ്. തൈലക്കോയിഡ്. ഓക്കെ, കോയിൻ പോലെ എന്നാണ് പറഞ്ഞത്. കോയിൻ എന്ന് വെച്ചാൽ നാണയം അല്ലെ. അപ്പൊ ഒരു കോയിൻ അല്ലെങ്കിൽ നാണയം പോലെയുള്ള ഭാഗത്തിന് തൈലക്കോയിഡ്. അപ്പൊ കുറെ തൈലക്കോയിഡ് ഒന്നിന്റെ മുകളിൽ ഒന്നായി വെച്ചപ്പോഴാണ് ഗ്രാനമായിട്ട് മാറുക. അപ്പൊ തൈലക്കോയിഡുകളുടെ അടുക്കിന് പറയുന്ന പേരാണ് ഗ്രാന. അല്ലെങ്കിൽ നാണയങ്ങൾ അടുക്കി വെച്ചതുപോലെ സ്ട്രോമയിൽ കാണപ്പെടുന്ന ഭാഗമാണെന്ത്, ഗ്രാന എന്ന് ഓർമ്മിക്കുക. ഈ നാണയങ്ങൾ വെച്ചതുപോലെയുള്ള ഈ ഭാഗത്തിന്റെ ഉള്ളിലാണ് നമുക്ക് വർണ്ണവസ്തുവായ ക്ലോറോഫിലിനൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്, ഇതിന്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഒരു ഫ്ലാറ്റിലല്ലേ ആൾക്കാർ താമസിക്കുന്നത്, അതേപോലെ ഗ്രാനേന്റെ ഉള്ളിലാണ് ക്ലോറോഫിലൊക്കെ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് ഇവർ സൂര്യപ്രകാശത്തിനെ വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു ഫ്ലാറ്റിൽ നിന്ന് അടുത്ത ഫ്ലാറ്റിലേക്ക് പോകാൻ വഴിയുണ്ട് അല്ലെ. തൊട്ടടുത്തടുത്ത ഗ്രാനുകൾ തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ടല്ലോ, ബന്ധം ഉണ്ടല്ലോ. ആ ബന്ധത്തിനുള്ള ആ ഭാഗത്തിന്റെ പേരാണ് സ്ട്രോമ ലാമെല്ല എന്നാ പറയാ. സ്ട്രോമ ലാമെല്ല ഒരു ലാമെല്ല കൊണ്ടുള്ള കണക്ഷൻ ആണ്. പക്ഷെ ആ കണക്ഷൻ പോകുന്നത് ഇടയിലുള്ള സ്ട്രോമ എന്ന് പറയുന്ന ദ്രാവകത്തിൽ കൂടെ ക്രോസ് ചെയ്തല്ലേ പോകുന്നത്. അതുകൊണ്ടാണ് സ്ട്രോമ ലാമെല്ല എന്ന് പേര് വരാനുള്ള റീസൺ. ഓക്കെ, ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. നേരത്തെ ആൽഗ എന്ന് പേര് കേട്ടിട്ടുണ്ടാവും. ആൽഗ എന്ന് പറയുമ്പോൾ സസ്യങ്ങളിലെ തന്നെ വളരെ താഴ്ന്ന തരത്തിലുള്ള സസ്യങ്ങളൊക്കെ ചേർത്താണ് നമ്മൾ ആൽഗകൾ, പായലുകൾ എന്നൊക്കെ പറയാം അല്ലെ. അവയ്ക്കും പ്രോക്യാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അപ്പോൾ ഉയർന്ന സസ്യങ്ങളെ പോലെ തന്നെ ആൽഗകൾക്കും പ്രകാശ സംശ്ലേഷണം നടത്താനൊക്കെ എന്തുണ്ട്, കഴിവുണ്ട്.
ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. പിന്നെ മനസ്സിലാക്കേണ്ടത് പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. 2 ഘട്ടം ചോദിക്കുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിന് പ്രകാശഘട്ടം എന്നും രണ്ടാമത്തെ ഘട്ടത്തിന് ഇരുണ്ട ഘട്ടം എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും ഇങ്ങനെ 2 ഘട്ടമായിട്ട് പെർഫോം ചെയ്താലാണ് സസ്യങ്ങൾക്ക് ആഹാരത്തിന് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഗ്രാനയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ഘട്ടത്തിന്റെ പേരാണ് പ്രകാശഘട്ടം. പേര് പോലെ തന്നെ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ പ്രകാശഘട്ടം നടക്കുള്ളൂ. ഓക്കെ, സൂര്യപ്രകാശം വലിച്ചെടുത്താൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടമാണ്. അപ്പം ഈ ഘട്ടത്തില് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുക. വേരിലൂടെ വലിച്ചെടുക്കുന്ന ജലം എന്ത് ചെയ്യാണ്? വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്സിജൻ സസ്യങ്ങൾക്ക് ആവശ്യമില്ല എന്നറിയാം. അതുകൊണ്ട് ഓക്സിജനെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. ഹൈഡ്രജൻ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ നേരെ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാനുള്ള ആളായതുകൊണ്ട് നേരെ 2ാം ഘട്ടത്തിലേക്ക് പോവാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഗ്രാനയിൽ വെച്ച് 1ാം ഘട്ടം നടക്കുന്നു. 2ാം ഘട്ടം സ്ട്രോമ എന്ന് പറയുന്ന ദ്രാവക ഭാഗത്തിലാണ്. അപ്പൊ ഹൈഡ്രജൻ നേരെ ഇറങ്ങി ആ ദ്രാവക ഭാഗത്തിൽ, ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോകും അല്ലെ. ഇനി എന്താ വേണ്ടേ? ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാക്കി. ഈ സ്റ്റെപ്പ് തന്നെ കുറച്ച് ഊർജ്ജം വേണം. അപ്പൊ അതിനെ ഉണ്ടാക്കും. ആ ഊർജ്ജം അടുത്ത ഘട്ടം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഊർജ്ജവും ഈ ഘട്ടത്തിൽ ഉപയോഗിക്കും. ഇനി 2ാം ഘട്ടത്തിന്റെ പേരെന്താ? ഇരുണ്ട ഘട്ടം എന്നാണ്. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുക. എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുക. പ്രകാശം ഉപയോഗിക്കാത്ത ഘട്ടമാണ്. അതുകൊണ്ടാണ് ഇരുണ്ട ഘട്ടം എന്ന് പറയാൻ കാരണം. അല്ലാതെ ഇരുട്ടത്താണ്, പ്രകാശം ഉണ്ടെങ്കിൽ നടക്കില്ല എന്നുള്ള അർത്ഥമില്ല. പ്രകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകാശത്തിനെ ഒരു ആശ്രയിക്കാതെ നടക്കുന്ന ഘട്ടമായതുകൊണ്ടാണ് പ്രകാശം ഉപയോഗിക്കുന്നില്ല. അവിടെ ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഘട്ടത്തില് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ATP ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ആ ഹൈഡ്രജനും ATPയും ഒക്കെ ഉപയോഗിച്ച് അല്ലെ പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ എന്താ വേണ്ടത്? ഈ ഹൈഡ്രജൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഹൈഡ്രജൻ ഓൾറെഡി സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കൂലേ അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആസ്യരന്ധ്രത്തിൽ കൂടെ വലിച്ചെടുക്കൂലേ. ആ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടെ ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന സ്റ്റെപ്പ് ഏതാണ്? ഇരുണ്ട ഘട്ടമാണ്. ഓക്കെ, ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഘട്ടം ഇരുണ്ട ഘട്ടമാണ്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്ന ഘട്ടം ഏതാ? 1ാമത്തെ ഘട്ടമാണ്. ATP നിർമ്മിക്കുന്ന ഘട്ടം ഏതാ? 1ാം ഘട്ടമാണ്. ഗ്രാനയിൽ നടക്കുന്ന ഘട്ടം ഏതാ? 1ാം ഘട്ടം. ഈ 1ാം ഘട്ടത്തിന്റെ പേരെന്താ? പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ എന്നാണ് ഇംഗ്ലീഷ് പറയാ. 2ാം ഘട്ടം ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചാണ് നടക്കുക. പ്രകാശം ഉപയോഗിക്കുന്നില്ല. അവിടെ എന്തിന്റെ നിർമ്മാണം നടക്കുന്നത്? ഹൈഡ്രജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ചേർത്തുകൊണ്ട് ഗ്ലൂക്കോസിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. വെച്ചാൽ യഥാർത്ഥ പ്രോഡക്റ്റ് ഉണ്ടാവുന്ന ഘട്ടം. അപ്പൊ 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഈ ഗ്ലൂക്കോസിന് ഉണ്ടാക്കുന്ന ഒരു ചാക്രിക പ്രവർത്തനമാണ്. ശരിക്കും അതിനൊരു സൈക്ലിക് ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ കൂടെ പോയിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. പറയുമ്പോൾ എളുപ്പമാണെങ്കിൽ അത് ഉണ്ടായി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ 2ാം ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് വിവരിച്ച ആളിന്റെ പേരാണ് മെൽവിൻ കാൽവിൻ. ഓക്കെ, മെൽവിൻ കാൽവിൻ. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മെൽവിൻ കാൽവിൻ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? 2ാം ഘട്ടത്തിൽ നടക്കുന്ന ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് വിവരിച്ചു തന്ന ആള്. അതുകൊണ്ട് തന്നെ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കാര്യങ്ങൾ വിവരിച്ചതുകൊണ്ട് 2ാം ഘട്ടം അല്ലേ വിവരിച്ചത്, അതുകൊണ്ട് 2ാം ഘട്ടത്തിന് നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് എന്ത് പറയും? കാൽവിൻ ചക്രം. ഓക്കെ, കാൽവിൻ ചക്രം അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്ന പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടമാണ് 2ാം ഘട്ടം അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. സസ്യമായിട്ട് ബന്ധപ്പെട്ട ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇനിയുള്ള വീഡിയോസിലും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലും കൂടെ പറയാൻ ശ്രമിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും. സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. ഇടയ്ക്ക് ആ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അല്ലെ. റെഡി? അപ്പം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.